ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ഈ ഗുരുപൂർണിമ എന്ന് പറയുന്ന പരമപവിത്രമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ദിനമുണ്ടല്ലോ, ഇത് ഭാരത പഞ്ചാംഗത്തിലും ഹിന്ദുക്കളുടെ പഞ്ചാംഗത്തിലും സർവോത്തമവും സർവശ്രേഷ്ഠവുമായിരിക്കുന്ന ഒരു ദിനമാണ്. എന്നാൽ ഈ വസ്തുത പലരും ഇവിടെ അറിയുന്നില്ല. ആഷാഢമാസം കർക്കിടകം എന്നൊരു മാസമുണ്ട്. ആ കർക്കിടക മാസം ഒരു ഭാഗത്ത് പഞ്ഞമാസമായിരുന്നു കേരളീയർക്ക്. പ്രകൃതി തന്നെ കർഷക തൊഴിലാളികളെ, പ്രത്യേകിച്ചും കർഷക വംശങ്ങളെ ഒട്ടാകെ ലേ ഓഫ് ചെയ്യുന്ന ഒരു കാലമാണ് വാസ്തവത്തിൽ ഈ കർക്കിടകം. അതുകൊണ്ടാണ് ഇതിന് പഞ്ഞക്കർക്കിടകം എന്ന് പേര് വന്നത്. ആ സമയത്ത് രാമായണം വായിക്കുക എന്നൊരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കർക്കിടകത്തിൽ രാമായണം വായിക്കുക എന്നാണ് പറയുക. വായിക്കുക എന്നുള്ള വാക്കിനർത്ഥം മുൻപിൽ ഒരു വ്യാസപീഠമോ ഒരു സ്റ്റൂളോ എടുത്തു വെച്ച് രാമായണം പുസ്തകം കൊണ്ടുവന്ന് തന്നെത്താനെ ഒരാവർത്തി വായിക്കുക, കുടുംബക്കാരെ വിളിച്ച് അവിടെ ഇരുത്തുക. ഒരു മാസം സമയമുണ്ട് വായിച്ച് തീർക്കാൻ. അങ്ങനെ വായന എന്ന് പറയുന്നത് ഈ കർക്കിടകത്തിൽ നടക്കുന്നത് ഈ ഗുരുപൂർണിമയിൽ അന്ന് മുതൽക്ക് തുടങ്ങി 4 മാസം ചാതുർമാസ്യം എന്ന് പറയുന്ന ഒരു തപോനുഷ്ഠാന കാലമാണ് കൊല്ലത്തിലെ 1/3 ഭാഗം. അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ രാമായണം വായന. എന്നാൽ വാസ്തവത്തിൽ വായിക്കേണ്ടത് രാമായണമാണോ? അല്ല. നമ്മുടെ ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവുമാണ് വാസ്തവത്തിൽ വായിക്കേണ്ടത്. അങ്ങനെ ഉപനിഷത്ത് വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എളുപ്പത്തിൽ സാധിക്കില്ല എന്നൊരു വെപ്പുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീതയും. അപ്പോൾ എളുപ്പമാക്കാൻ വേണ്ടി, എളുപ്പമാണല്ലോ എല്ലാവർക്കും ആവശ്യം, ഇപ്പോൾ ഒക്കെ ഫാസ്റ്റ് ഫുഡുള്ള കാലമാണ്. അതുകൊണ്ട് എളുപ്പമാവാൻ വേണ്ടി രാമായണം വായിക്കുന്ന ഒരു സ്വഭാവമാണ്. എന്നാൽ ഈ രാമായണം വായന അതിനേക്കാൾ ആവശ്യം ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയുമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ കർക്കിടകത്തിലെ തപോനുഷ്ഠാനം ഉണ്ടല്ലോ, അത് ആ ഉപനിഷത്ത് മണ്ഡലത്തിലേക്കും ഭഗവത്ഗീതാ മണ്ഡലത്തിലേക്കും അധ്യാത്മമായിരിക്കുന്ന ജ്ഞാനമണ്ഡലത്തിലേക്കും ഉയർത്തേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമദ് ഭാഗവതം, അതിനെപ്പറ്റി മുക്തിസുധാകരം എന്നുള്ള പേരിൽ ഒരു തത്വപ്രവചന പരമ്പര, ഒരു സംപ്രേഷണ മഹാജ്ഞാനസത്രം ഏഷ്യാനെറ്റ് മൂലം ലക്ഷോപലക്ഷം ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ ശ്രീമദ് ഭാഗവതത്തിന് ഇത്രയധികം ഒരു പ്രശസ്തിയും രസവും വരാൻ എന്താ കാരണം എന്നൊരു പക്ഷേ നിങ്ങൾ ആലോചിച്ച് കാണും. ഇല്ലെങ്കിൽ ആലോചിക്കണം. ഈ ശ്രീമദ് ഭാഗവതം പറയുന്നത് മുഴുവനും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും അതിൽ പറഞ്ഞിട്ടുള്ള സത്യമാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വേദവ്യാസ മഹർഷി പറയുന്നത് എന്താ? സത്യം പരം ധീമഹി എന്നാണ്. പരമമായ സത്യത്തെ ബുദ്ധി കൊണ്ട് ഞാൻ ആലോചിച്ച് ആലോചനാമഗ്നനായിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഈ പരമസത്യം എന്ന് പറഞ്ഞാൽ എന്താ? ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് ജന്മ ആദി അസ്യ. നാം ഈ ജീവിക്കുന്നതായ ലോകം, ഭൂമി അടക്കം ജീവിക്കാൻ മാധ്യമമായി നമുക്കുള്ള ശരീരം, ഇതെല്ലാം അടക്കം. നിങ്ങളൊക്കെ പറയും നമ്മുടെ ശരീരം ഉണ്ടായത് അമ്മയുടെ ഗർഭത്തിൽ നിന്നാണ്. അമ്മയുടെ ഗർഭത്തിന് ശരീരത്തിന് ഉത്പാദിപ്പിക്കാനുള്ള ശക്തിയില്ല. ഒരു പക്ഷേ ഒരു മാംസപിണ്ഡം അവിടെ ഉണ്ടായി എന്ന് വരാം. പക്ഷേ ആ മാംസപിണ്ഡത്തിന് 10 ഇന്ദ്രിയങ്ങളും, ആ ഇന്ദ്രിയങ്ങൾ വേണ്ടതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു മസ്തിഷ്കവും,
ആ മസ്തിഷ്കത്തിൻ്റെ ഉള്ളിലുള്ള ശബ്ദകോശങ്ങൾ, ശബ്ദധമനികൾ, ജ്ഞാനധമനികൾ, റിഫ്ലക്സസ് കൊടുത്തയക്കാനുള്ള നാഡി ഞരമ്പുകൾ, ഇതെല്ലാമായി ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു അറിവ് ഗർഭപാത്രത്തിനില്ല എന്നുള്ളത് തീർച്ചയാണ്. എന്താ സംശയമുണ്ടോ? ഗർഭപാത്രത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അവിടെ നമ്മുടെ ശരീരത്തെ അടക്കം ഈ ഭൂമിയെയും ഈ ലോകത്തെയും എല്ലാം ജന്മം നൽകി ഉണ്ടാക്കിയത് ആരാ അല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ അതാണ് ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നത്. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്. എവിടുന്നാണോ ഇത് മുഴുവനും ഉത്പത്തിയായിരിക്കുന്നത്, ആ ഉത്പത്തി കേന്ദ്രമുണ്ടല്ലോ, അത് നിങ്ങൾ വിചാരിക്കുന്നത് മാതിരി ഒരു മൂഢമോ അപര്യാപ്തമോ അസമർത്ഥമോ അല്ല. അർത്ഥേഷു അഭിജ്ഞഃ സ്വരാട് എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എന്തെല്ലാം ഏതേത് കാലത്ത് എവിടെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വേണോ നിർവഹിക്കേണ്ടതുണ്ടോ അത് മുഴുവനും രൂപകൽപ്പന ചെയ്ത് തൻ്റെ സ്വന്തം സങ്കല്പവൈഭവത്താൽ സ്വതന്ത്രമായി പരസഹായമില്ലാതെ എവിടെ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ സമർത്ഥമായും കുശലമായിരിക്കുന്ന ഒരു മഹത് പ്രഭാവമാണ് അത്. കേട്ടോ ഈ പറയുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒരു പുളിയങ്കുരു അല്ലാതെ, ഒരു കടുകല്ല. അതിൻ്റെ ഉള്ളിൽ വലിയ ഒരു ശക്തിയും ഒരു പ്രഭാവവുമുണ്ട്. എവിടെ എന്ത് വേണമെങ്കിലും അത് ഉണ്ടാക്കി തീർക്കും. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? പ്രപഞ്ചത്തിനുള്ള സാമഗ്രികൾ പരബ്രഹ്മം കടം മേടിച്ചുണ്ടാക്കിയതാണോ ഇത്? അല്ല, പരബ്രഹ്മം തന്നെ സ്വസങ്കല്പശക്തിയാൽ രൂപപ്പെടുത്തിയതാണ്. ഇതിൽ എന്തെല്ലാം വ്യവസ്ഥകളും ക്രമങ്ങളും മുറകളുമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്തൊക്കെ എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നിർവഹിക്കും. അങ്ങനെ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ് മോഹിനിയുടെ ഒരു രൂപം. അസുരന്മാരുടെ അടുത്ത് നിന്ന് അസുരന്മാർ തട്ടിക്കൊണ്ടുപോയി അമൃതം. തട്ടിക്കൊണ്ടുപോയ അസുരന്മാരിൽ നിന്ന് അവരെ പ്രകോപിപ്പിക്കാതെ ഇങ്ങോട്ട് തിരിച്ചു തട്ടിക്കൊണ്ടുവരണം. അതിന് പെട്ടെന്നുണ്ടായതാണ് മോഹനമായൊരു രൂപം, ഒരു മോഹിനി. അതെങ്ങനെയാണ് നടന്നത് എന്ന് അസുരന്മാർ ഒരു കുറ്റവും പറയാതെ സൂത്രമായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി മോഹിനി. അതാണ് അവിടെ. ധ്രുവനെ അനുഗ്രഹിക്കാനായി ചതുർഭുജധാരിയായിരിക്കുന്ന മഹാവിഷ്ണു മധുവനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി നരസിംഹരൂപം പുതിയതായൊരു രൂപകൽപ്പന ചെയ്ത് തൂണിൻ്റെ ഉള്ളിൽ നിന്ന് തൂണ് പൊളിക്കാതെ എടുത്തു ചാടി അച്ഛൻ്റെ ആ കോപാക്രാന്തതയിൽ നിന്ന് രക്ഷിച്ചു. ആരെ? പ്രഹ്ലാദൻ, 7 വയസ്സായ കുട്ടിയെ. അതുമാത്രമോ അല്ല, മഹാബലി വളരെ നല്ല ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തകരാറെന്താ? അഹങ്കാരവും മമതയും. എല്ലാം എൻ്റെയാണ്, ഞാൻ എല്ലാവർക്കും കൊടുക്കും എന്നുള്ളൊരു വിശേഷപ്പെട്ട അഭിമാനമാണ്. ആകാശവും ഭൂമിയും പാതാളവും സ്വർഗവും ഒക്കെ അളന്നെടുത്തതിന് ശേഷവും 3ാമത്തെ അടിക്ക് സ്ഥലമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാബലി പറയുക, എൻ്റെ വാക്ക് ഇനിയും ഞാൻ സമർത്ഥമാക്കും, ദാ എടുത്തോളൂ എൻ്റെ തലാണ്. ഭൂമി മുഴുവനും അളന്നെടുത്താൽ പിന്നെ ഭൂമിയിലുള്ള ആളവിടെ ബാക്കി വരുമോ? എന്താ മിണ്ടാതെ? എന്നിട്ടും പറയുകയാണ് മഹാബലി, എൻ്റെ തലയുണ്ട് ബാക്കിയെന്ന്. അപ്പോൾ എത്രത്തോളം അഭിമാനമുണ്ടെന്ന് ആലോചിച്ചോളൂ. വളരെ നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിടാൻ വേണ്ടി ഒരു നരഹരി രൂപമല്ല വേണ്ടത്, നേരെ മറിച്ച് എന്ത് രൂപം വേണം? വാമനൻ കുള്ളനായിട്ടൊരാളാണ്. അവിടെ സൗമ്യമായിരിക്കുന്ന ഒരു ശീലത്തോടു കൂടി, തൻ്റെ ആ വിശേഷ വൈഭവത്തോടു കൂടി നല്ല വാക്ക് പറഞ്ഞ് നല്ല രീതിയിൽ പെരുമാറി നന്മയരുളി മഹാബലിയെ അനുഗ്രഹിക്കും വേണം. അദ്ദേഹത്തിൻ്റെ ദൂഷ്യം മാറ്റും വേണം. അതിഥിയുടെ പുത്രന്മാർക്ക് സ്ഥാനഭ്രംശം വന്നു എന്നുള്ളത് നിർവഹിച്ച് അത് മടക്കി കൊടുക്കും വേണം. ഇതൊക്കെ സാധിപ്പിച്ചു വാമനൻ. ഇങ്ങനെ ഏതേത് സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ നിർവഹിക്കാനുണ്ടോ അതൊക്കെ അതാത് സമയത്ത് നിർവഹിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു അഭിജ്ഞത്വമുണ്ട്. സ്വരാട്ടുമാണ്, സ്വശക്തനാണ്, ആരും തൻ്റെ കൈ പിടിച്ച് കെട്ടാനില്ല. അങ്ങനെയുള്ള ഒരു വൈഭവത്തെയാണ് നിങ്ങൾ പരമസത്യമായി മനസ്സിലാക്കി കോണ്ടംപ്ലേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സത്യം പരം ധീമഹി എന്നാണ് പറയുന്നത്. ആ ഭാഗവതത്തിൽ എന്താണ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, സദ്യോഹൃത്യവരുദ്ധ്യതേത്ര കൃതിഭിഹി ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഈ ശ്രീമദ് ഭാഗവതം വേണ്ടതുപോലെ ശ്രവണം ചെയ്ത് ശ്രവണത്തെ തന്നെ ഒരു സാധനയായി കണക്കാക്കി അത് കേൾക്കുക. നല്ല പോലെ കേൾക്കുന്ന സമയത്ത് കണ്ണ് വേണമെങ്കിൽ അടച്ചോളൂ. കേട്ട് ആ പദങ്ങളും വാക്കുകളും ആശയങ്ങളും ആവിഷ്കരണങ്ങളും അതോടുകൂടി വരുന്ന ദിവ്യപ്രഭാവങ്ങളെല്ലാം തന്നെ മനസ്സിൽ അലിയിപ്പിച്ച് മനസ്സിനൊരു പരിവർത്തനം വന്ന് മനസ്സ് ശുദ്ധ നിർമ്മലമായി അകത്തിരിക്കുന്ന അന്തരാത്മാവിനെ ശുദ്ധ പ്രവാഹത്തിൻ്റെ അടിയിലുള്ള ഗ്രൗണ്ട് നിലം എങ്ങനെ വെളിപ്പെടുമോ അതേമാതിരി അന്തരാത്മാവ് പ്രകാശിക്കണം. ഇതാണ് ശ്രവണ സാധനയുടെ ഉദ്ദേശം. അങ്ങനെ
വേദവ്യാസ മഹർഷി പറയാണ്, സദ്യോഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി. കുറച്ച് പുണ്യവും കുറച്ച് ഭക്തിയും ഒക്കെ ഉള്ളവർക്ക് ജഗദീശ്വരനെ തൻ്റെ ഹൃദയത്തിൽ പിടിച്ച് കെട്ടാൻ, അവരോധിക്കാൻ സാധിക്കും. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ അവരോധിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. ഇതാണ് ശ്രീമദ് ഭാഗവതം. അതിൻ്റെ അവസാനത്തെ സന്ദേശം എന്താ എന്ന് ചോദിച്ചാൽ ഇതാണ്: മനുഷ്യനായിട്ടാണ് നാം എല്ലാം പിറന്നിരിക്കുന്നത്. അപ്പം മനുഷ്യനായിട്ട് പിറന്നാൽ നാം പിറന്നവരെന്തു വേണം? ലബ്ധ്വാ സുദുർലഭമിദം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതമനിത്യമപീഹധീരഃ തൂർണം യദേതനപദേ അനുമൃത്യുയാവത് നിശ്രേയസായ വിഷയഖലു സർവതസ്യാത്. ഭാഗവതം ശാസ്ത്രം എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് വല്ലവിധം പറയില്ല, ഒക്കെ കാര്യകാരണ സഹിതമാണ് പറയുക. അപ്പോൾ യുക്തി എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ പ്രധാനമായ ഒരു സ്ഥാനമുള്ളതാണ്. ലബ്ധ്വാ സുദുർലഭമിദം ബഹുസംഭവാന്തേ. മൂന്ന് മാറ്റ്. ലബ്ധ്വാ സുദുർലഭമിദം ബഹുസംഭവാന്തേ. അനവധി ജന്മങ്ങൾക്ക് മധ്യത്തിലാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത്. അതെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾ കിട്ടിയവരാ. ഇതിനു വേണ്ടി നിങ്ങൾ പണിപ്പെട്ടോ? ഇല്ല. കണ്ണ് മെഴിച്ച് നോക്കിയപ്പോൾ മനുഷ്യനാ. അപ്പോൾ ആകാശത്ത് പൊട്ടി വീണ മാതിരിയാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അനവധി ജന്മങ്ങൾക്ക് ശേഷമാണെന്ന് വിചാരിക്കുക. എന്താ കാരണം? ബാക്കിയുള്ള ജീവജാലങ്ങളെ എല്ലാം എടുത്തു കൂട്ടിയാൽ എത്രയാണ് അതിൻ്റെ സംഖ്യ? 84 ലക്ഷം ജീവരാശികളുണ്ട്, വിവിധ തരങ്ങളെന്നാണ് പറയുന്നത് ഭൂമണ്ഡലത്തിൽ. അതിൽ മനുഷ്യനായിട്ട് ജനിക്കണം എന്ന് വെച്ചാൽ ഉപായമല്ല, വളരെ എളുപ്പമൊന്നുമല്ലാതെ അത് കിട്ടിക്കഴിഞ്ഞു. ബഹുസംഭവാന്തേ. ആ മനുഷ്യജന്മത്തിനുള്ള വിശേഷം എന്താ? മാനുഷ്യം അർത്ഥതം അനിത്യമപി. ബാക്കി എല്ലാ ജീവജാലങ്ങളെ പോലെ മനുഷ്യജന്മവും അനിത്യമാണ്. ബാക്കിയൊക്കെ കുറേ കാലം ജീവിച്ച് ടപ്പെന്ന് വീഴും. അതേമാതിരി നമ്മളും വീഴുന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ബാക്കിയുള്ള ജന്മങ്ങൾക്കൊന്നും ഇല്ലാത്തതായ ഒരു വിശേഷം മനുഷ്യജന്മത്തിലുണ്ട്. അതെന്താണത്? അർത്ഥതം. പരമപുരുഷാർത്ഥം നിങ്ങൾക്ക് നേരിടാൻ പറ്റും. ബാഹ്യമണ്ഡലത്തിൽ എങ്ങനെ നാം പ്രവർത്തിക്കുന്നുവോ, മുന്നേറുന്നുവോ, പല വിധത്തിലുള്ള വൈജ്ഞാനിക മഹിമയോടുകൂടി നാം പലതും ചെയ്യുന്നുവോ, അതേമാതിരി ആന്തരമണ്ഡലത്തെയും നമുക്ക് കീഴടക്കി അതിൽ നമുക്ക് വിജയക്കൊടി നാട്ടാൻ സാധിക്കും. ഇതാണ് മനുഷ്യജന്മത്തിനുള്ള വിശേഷം. ഇവിടെ നരിയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, മാംസമുണ്ട്, തിമിംഗലമുണ്ട്. അതൊക്കെ നമ്മളെക്കാൾ വളരെ പ്രഭാവമുള്ള മൃഗങ്ങളും കാണും. പക്ഷേ അവർക്കൊന്നും തൻ്റെ ഉള്ളു നോക്കി, ഉള്ളു നിരീക്ഷിച്ച് ആ നിറവും മികവും വരുത്താൻ സാധിക്കില്ല. പുറം ലോകത്ത് പ്രവർത്തിക്കാനേ അവർക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ബുദ്ധിക്കോ, നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും അന്തരാത്മാവിനെയും എല്ലാം തന്നെ പരിശോധിച്ച് ഉൾത്തലത്തിൽ മുങ്ങി ആ ഉൾത്തലത്തിലുള്ള വൈഭവം ഓരോന്നായിട്ട് കടഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ വിശേഷം. അർത്ഥതം അനിത്യം അഭീഹധീരഃ. അങ്ങനെയുള്ള ഒരു മനുഷ്യജന്മം, അർത്ഥതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉന്നം വെച്ചോ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. അച്ഛൻ്റെ മടിയിലിരിക്കാൻ പറ്റാതെ ധ്രുവനെ ചെറിയമ്മ ശകാരിച്ച് പറഞ്ഞയച്ചു. ഈ മടിയിലിരിക്കണമെങ്കിൽ എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിച്ച് എൻ്റെ കുട്ടിയായി എൻ്റെ അമ്മിഞ്ഞ കുടിച്ചാലേ നിൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി നീ ഈശ്വരനെ ഭജിച്ചോ എന്ന് പറഞ്ഞു. അമ്മ അത് ശരിവെച്ച് മധുവനത്തിലേക്ക് തന്നെയാണ് പറഞ്ഞയച്ചത്. എന്നിട്ടോ മഹാവിഷ്ണുവിൻ്റെ പ്രസാദത്തോടു കൂടി തിരിഞ്ഞു വരുമ്പോൾ അവിടെ ഉത്താനപാദനുമുണ്ട്, ഉത്തമനുമുണ്ട്, സുരുചിയുണ്ട്. എല്ലാവരും കൂടി സ്വാഗതം ചെയ്ത് വലിയ പീഠത്തിലാണ് കയറ്റിയിരുത്തിയത്. നടന്നോ നടന്നില്ലേ നിങ്ങളൊന്ന് പറയും. അർത്ഥതം. ആ ചെറിയ കുട്ടി വിചാരിച്ചത് മഹാവിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താനാണ്. നാരദൻ പറഞ്ഞു, പോകരുത്, എളുപ്പമല്ല കേട്ടോ, പലരും തോറ്റിരിക്കുകയാണ്. എല്ലാവരും തോറ്റതിലാ ക്ഷത്രിയൻ ജയിക്കുക എന്ന് പറഞ്ഞിട്ട് കുട്ടി പോയത്. 6 മാസം കൊണ്ട് ജയിച്ച് മടങ്ങി വന്നുല്ലോ. അതുമാതിരി എവിടെ നമ്മൾ ഉന്നം വെച്ചോ ആ ഉന്നം വെച്ചത് നേടിയെടുക്കാൻ സാധിക്കും മനുഷ്യജന്മത്തിന് എന്നുള്ളൊരു വിശേഷമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യജന്മം കിട്ടിയതിന് ശേഷം നമ്മൾ എന്തു വേണം? തൂർണം യതേതനപദേ അനുമൃത്യുയാവത്. എത്രയും വേഗം പരിശ്രമിക്കണം. എന്തിനു വേണ്ടി? നിശ്രേയസായ. ശ്രേയസ് പ്രേയസ് എന്ന് രണ്ടെണ്ണമാണ്. പ്രിയങ്കരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം ജനിപ്പിക്കുന്നതായ ടിറ്റിലേറ്റിംഗ് ആയിരിക്കുന്ന സാധനങ്ങൾ. ശ്രേയസ് എന്ന് പറഞ്ഞാലോ മനസ്സിനും ബുദ്ധിക്കും ഹൃദയത്തിനും അങ്ങനെ നിറവും മികവും പൂർണ്ണതയും ഉണ്ടാക്കി ഉള്ള ആനന്ദത്തിൽ ആറാടിക്കുന്നത് ഒരൊറ്റ ആൾക്കും അതിൽ മുറിവോ വിഷമമോ ഉണ്ടാക്കാൻ പറ്റില്ല.
നിർബാധിതമായി അകത്ത് സന്തോഷിച്ചു കൊണ്ടിരിക്കുക. അന്തരാരാമൻ എന്നൊക്കെ ഭഗവത്ഗീത പറയുന്നതാണ്. അങ്ങനെ ആന്തരമായിരിക്കുന്ന ഒരു ആരമണം ജനിപ്പിക്കുന്നതാണ് ഈ ശ്രേയസ്. ആ ശ്രേയസ്സിന് വേണ്ടി എത്രയും വേഗം തൂർണം യഥേത, എത്രയും വേഗം പുറപ്പെടണം എന്നാണ് കൃഷ്ണൻ ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവനെ നോക്കി പറയുന്നത്. നപതേത് അനുമൃത്യുയാവത്. അല്ലാതെ സാധാരണ മൃഗങ്ങളെ പോലെ നാവ് കൊണ്ട് രുചിച്ച് തിന്നും കണ്ണുകൊണ്ട് രുചിച്ച് കണ്ടും അങ്ങനെ ഇന്ദ്രിയങ്ങളെ ജരിപ്പിച്ച് അങ്ങനെ ക്ഷയിച്ചു പോകരുത്. എത്രയും വേഗം ഇതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ. നപതേത് അനുമൃത്യുയാവത് നിശ്രേയസായ വിഷയഖലു സർവതസ്യാത്. ഈ വിഷയസുഖമാണെങ്കിൽ ബാക്കി എല്ലാ ജന്മങ്ങളിലും ഉണ്ട്. അതിനുവേണ്ടി എന്തിനാ മനുഷ്യജന്മം ഉപയോഗിക്കുന്നത്? ഇത് ഉൾസുഖത്തിന് വേണ്ടി വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എന്താ നമുക്ക് ആവശ്യം എന്ന് ചോദിച്ചാൽ, നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം നതരേത് സാത്മഹ. ഇതാണ് ബുദ്ധിമാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇത് ചെയ്യില്ലെങ്കിലോ എന്താണ് അപകടം വരാൻ പോണത്? ശാസ്ത്രം ഫലപ്രദമാകണമെങ്കിൽ നല്ല മാർഗം ഇതാണ്, ഇത് നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അനുസരിച്ചില്ലെങ്കിലോ അത് സാരമില്ല എന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ തോന്നില്ല. അപ്പോൾ അനുസരിച്ചില്ലെങ്കിലുള്ള ദോഷവും ഉത്കടമായിരിക്കുന്ന ദോഷവും ചൂണ്ടിക്കാട്ടണം. അപ്പോൾ അദ്ദേഹം പറയാണ്, നൃദേഹമാദ്യം സുലഭം സുദുർലഭം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനുഷ്യദേഹമാണ് കിട്ടിയിരിക്കുന്നത്. സുലഭം സുദുർലഭം, വളരെ ദുർലഭമാണ്, എന്നാൽ സുലഭമാണ്. എന്താ കിട്ടിയിട്ടുണ്ട്? ഇതിനു വേണ്ടി നമ്മൾ പണിപ്പെടേണ്ട ആവശ്യമില്ല, കിട്ടിക്കഴിഞ്ഞു. പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. ഇത് വാസ്തവത്തിൽ ഒരു തോണിയാണ്, ഒരു കപ്പലാണ്. ആ കപ്പൽ വേണ്ടതുപോലെ തെളിക്കണമെങ്കിൽ, അത് കൊണ്ടുപോകണമെങ്കിൽ ഒരു കപ്പിത്താൻ വേണം. നമുക്ക് കപ്പലിൽ കയറി യാത്രയാവാനേ പറ്റുള്ളൂ. കപ്പൽ പൈലറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയില്ല. അത് പൈലറ്റ് ചെയ്യാനായിട്ട് ഒരു കപ്പിത്താൻ നമുക്ക് ആവശ്യമാണ്. ആ കപ്പിത്താൻ ആരാ? ഗുരുവാണ്. ശ്രീകൃഷ്ണൻ പറയണതാ, നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം. സമർത്ഥമായിരിക്കുന്ന തോണിയത്. പക്ഷേ ആ തോണിയിൽ കയറിക്കഴിഞ്ഞാൽ അത് കപ്പപ്പായ വേണ്ടതുപോലെ കെട്ടാനും കാറ്റിന് അനുകൂലമായി കെട്ടി തുഴഞ്ഞ് വേണ്ടിടത്ത് കൊണ്ടുപോകാനായിട്ട് ഒരു അമരക്കാരനും തുഴയാനുള്ള ഒരാളെ ആവശ്യമാണ്. അതാരാ? അതാണ് ഈ ഗുരു. അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുശിക്ഷണത്തിൽ നാം നമ്മുടെ ജീവിത തോണിയെ, ഈ നൗകയെ അങ്ങോട്ട് അതിൽ കയറിയിരുന്ന് പോകാൻ പുറപ്പെട്ടാലോ, മയാനുകൂലേന നഭസ്വതേരിതം. അപ്പം ഞാൻ അനുകൂലമായിരിക്കുന്ന കാറ്റായി അവിടെ പ്രത്യക്ഷപ്പെടും. കഷ്ടപ്പെടുത്തില്ല. കൊടുങ്കാറ്റൊക്കെ ഉണ്ടാക്കി ആ വഞ്ചി പോകുന്ന വഴിയെ തെറ്റിച്ച് വല്ലോടത്തും കൊണ്ട് എത്തിക്കുക, അങ്ങനെയൊന്നുമില്ല. അനുകൂലമായിരിക്കുന്ന കാറ്റ് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുരുശിക്ഷണം വേണ്ടതുപോലെ ഉണ്ടെങ്കിൽ. അല്ല, എന്തിനാ ഗുരു, ഞാൻ മതി, എനിക്ക് ബുദ്ധിയുണ്ട്, എന്നെക്കൊണ്ട് എല്ലാം ആവും എന്ന് വിചാരിച്ച് പുറപ്പെടുകയാണെങ്കിലോ സമുദ്രത്തിൽ മുങ്ങിയ തന്നെ. കുടുംബക്കാർക്ക് ഒരാൾ നഷ്ടം വരുന്നു മാത്രമേ ഉള്ളൂ. പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം നതരേത് സാത്മഹ. അങ്ങനെ മനുഷ്യജന്മം കിട്ടി വിവേകത്തോടു കൂടി ഈ സംസാരം എന്ന് പറയുന്ന സാഗരത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണം. അത് തന്നെത്താനെ നീന്തിക്കിടക്കാൻ സാധിക്കില്ല. ഒരു തോണിയുടെ ആവശ്യമുണ്ട്. ആ തോണിയിൽ ചെന്ന് പെട്ട് ഒരു അമരക്കാരനെ തേടി ആ അമരക്കാരനെ കൂടെ കൊണ്ടുപോയി ഈശ്വരൻ അനുകൂലമായിരിക്കുന്ന ഒരു കാറ്റുമായി അങ്ങോട്ട് ചെന്നെത്താൻ സാധിച്ചില്ല, അതിന് പുറപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആളുടെ സ്ഥിതി എന്താ? സ ആത്മഹ. അവൻ ആത്മപാതകം, തൻകൊല ചെയ്യുന്ന ആളാണ്, ആത്മഹത്യ ചെയ്യുന്നവനാണ്. ലബ്ധ്വാ കഥഞ്ചിന്നരജന്മ ദുർലഭം തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം യസ്ത്വാത്മമുക്തൗ നയതേതമൂഢധീഃ സഹ്യാത്മഃ സ്വം വിനിഹന്ത്യസദ്ഗ്രഹാത്. ഇതാണ് ശങ്കരാചാര്യർ. ഇത് ശ്രീകൃഷ്ണൻ പറഞ്ഞതാ. ശങ്കരാചാര്യർ 1200 കൊല്ലം മുമ്പ് എഴുതി വെച്ചത് എന്താ? ലബ്ധ്വാ കഥഞ്ചിന്നരജന്മ ദുർലഭം. എങ്ങനെയോ ദുർലഭമായിരിക്കുന്ന മനുഷ്യജന്മം നമുക്ക് കിട്ടി. തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം. അതിലും ഒരു പുരുഷ ശരീരം കിട്ടി. ശാസ്ത്രങ്ങളൊക്കെ വായിക്കാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ സംപ്രേഷണം വഴിക്കോ മറ്റു പ്രകാരത്തിലോ ഗ്രഹിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ട് ലബ്ധ്വാ കഥഞ്ചിന്നരജന്മ ദുർലഭം
തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം യസ്ത്വാത്മമുക്തൗ നയതേത മൂഢധീ. അവനവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും മോചിപ്പിച്ച് ആ ആന്തരമായിരിക്കുന്ന ആഹ്ലാദം അതിൽ ആറാടി കളിക്കാൻ വേണ്ടി പുറപ്പെടാതെ അതിന് സാധിക്കാതെ ഇരിക്കുന്നവനുണ്ടല്ലോ, ആ ആളെ പറ്റിയിട്ട് ആത്മഹാ എന്നേ പറയാനുള്ളൂ, മറ്റൊന്നുമില്ല. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ പോയി എന്താണ് പറയുക, എന്താ ചോദിക്കുക എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞു കാണില്ല. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ വളരെ ഭംഗിയായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുക? ഈ ഗുരുവിൻ്റെ അടുത്ത് എന്താ വിശേഷം? അച്ഛനില്ലേ, അമ്മയില്ലേ, പല വിധത്തിലുള്ള അധ്യാപകന്മാരില്ലേ, ഇവരൊക്കെ പോരെ, ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, സ്പെഷ്യൽ ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതൊക്കെ പോരെ എന്ന് വിചാരിച്ചാൽ ഈ ചോദ്യങ്ങളൊന്നും അവരോട് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ. കഥം തരേയം ഭവസിന്ധുമേദം കഥം തരേയം ഭവസിന്ധുമേദം കാവാഗതിർമേ കഥമോസ്ത്യുപായഃ ജാനേന കിഞ്ചിത് കൃപയാവമാം പ്രഭോ സംസാരദുഃഖക്ഷതിമാതനുഷ്വ. ഞാൻ ഈ ശ്ലോകം ആദ്യം വായിച്ചപ്പോൾ ഇതിൽ വാസ്തവത്തിൽ എന്താ, അമൃതിൻ്റെ ഒരു കുടമായിരുന്നു എനിക്കത്. അമൃതിൻ്റെ ഒരു കുടം അതങ്ങോട്ട് കവിത്യ ഭക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി ചാടി അമൃതം അങ്ങോട്ട് വീഴുക. കഥം തരേയം ഭവസിന്ധുമേദം, ഈ ഭവസാഗരത്തിൽ ഞാൻ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്? കാവാഗതിർമേ കഥമോസ്ത്യുപായ. ഇത് വടക്കോട്ട് നോക്കിയാലും തെക്കോട്ട് നോക്കിയാലും കിഴക്കോട്ട് നോക്കിയാലും പടിഞ്ഞാട്ട് നോക്കിയാലും ഒക്കെ കടല, കര കാണാനില്ല. ഇത് ഏത് ഭാഗത്തേക്ക് നീന്തിയാലാ വല്ലതും കിട്ടുക? ആരാ പറയാൻ? വല്ല കരയും കണ്ടാലല്ലേ ഉള്ളൂ. 4 ഭാഗത്ത് നോക്കൂ, ഈ ലോകം 4 ഭാഗത്ത് നോക്കിയാൽ അന്തം എവിടെയെങ്കിലും ഉണ്ടോ ഇതിന്? ഇപ്പം നമ്മുടെ കേരളം വിശ്വത്തിൻ്റെ നടുക്കിലാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കിഴക്കേ പകുതിയിലാണെന്ന് പറയാൻ പറ്റുമോ? എവിടെ നോക്കിയാലും അന്തമില്ലാത്ത ഒന്നും അറിയില്ലേ, എനിക്ക് ഒന്നും അറിയില്ലേ. അപ്പം ആരാ ഈ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നവൻ? ഒന്നും അറിയില്ല എന്ന് തോന്നുന്നവൻ. എല്ലാം അറിയുമെന്ന് തോന്നുന്നവനോ ഒരിടത്തും പോവില്ല. ജാനേന കിഞ്ചിത് കൃപയാവമാം പ്രഭോ, വളരെ കൃപയോടുകൂടി കാരുണ്യത്തോടുകൂടി എന്നെ രക്ഷിക്കണേ. സംസാര ദുഃഖക്ഷതിമാതനുഷ്വ. നീന്തൽ എന്നൊക്കെ പറഞ്ഞാലും അലങ്കാര രൂപത്തിൽ ആലങ്കാരിക ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ ആവശ്യം? സംസാര ദുഃഖക്ഷതി ആതനുഷ്വ. ഈ സംസാരം എന്ന് പറയുന്നത് അതിൻ്റെ നശ്വര സ്വഭാവത്താൽ, അതിൻ്റെ ക്ഷണികത്വത്താൽ കണ്ണുകൊണ്ട് കാണുന്തോറും കണ്ണിന് ക്ഷീണമാണ്, നാവ് കൊണ്ട് രുചിക്കുന്തോറും നാവിന് വയസ്സാവുക ചെയ്യുന്നത്. കടിച്ച് 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 പല്ലില്ലാതെയാവും. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് കടിക്കുക, എത്ര സൂക്ഷിച്ച് കഴിച്ചാലും ചുണ്ട് കടിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കണം. എങ്ങനെയാണ് ഈ ചുണ്ട് കടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ കടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ ഇവിടെയുള്ള ഈ റിഫ്ലക്സസ് ഒക്കെ ഒരു പക്ഷേ കുറഞ്ഞു കാണും. ഇപ്പോൾ കുറച്ച് ദിവസം ഞാനൊരു മൗത്ത് എക്സസൈസൊക്കെ എടുക്കാം. അപ്പോൾ ആ ചുണ്ടുകടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? ഇതാണ് നമുക്ക് തിന്നിട്ട് കിട്ടുന്നത്. ഇതാണ് സംസാര ദുഃഖക്ഷതിമാതനുഷ്വ. ഈ സംസാര ദുഃഖത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഗുരുപൂർണിമയല്ലേ, ഇതൊക്കെ ഒന്ന് കേട്ടുവയ്ക്കും, മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കൂ. കഥം തരേയം ഭവസിന്ധുമേദം കാവാഗതിർമേ കഥമോസ്ത്യുപായ ജാനേന കിഞ്ചിത് കൃപയാവമാം പ്രഭോ സംസാര ദുഃഖക്ഷതിമാതനുഷ്വ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഗുരു പറയുകയാണത്രേ, ആ ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധവും സംസർഗവും എന്താ എന്ന് ആലോചിച്ച് നോക്കൂ. മാ ഭൈഷ്ടവിദ്വൻ തപനാസ്ത്യപായ സംസാര ദുഃഖ സംസാര സിന്ധോസ്തരണേസ്ത്യുപായ ജാനേന കിഞ്ചിത് നോ ഏനൈവ യാതായതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. ഇതങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും ഗുരുവിന് സന്തോഷമായി. അത്രേ, ആരാ ഇങ്ങനെ വന്ന് പറയാൻ? ഈ ലോകത്തിൽ അനുഭവിക്കാനും സുഖിക്കാനും സന്തോഷിക്കാനും ആരംഭണത്തിനും വേണ്ടി എത്രയോ പദാർത്ഥങ്ങളുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ വിട്ട് ഇതുകൊണ്ട് കാര്യം നടക്കില്ല, എനിക്കൊരു ഉന്നമനം വേണം, ഉത്കർഷം വേണം, അത് കുടുംബജീവിതം കൊണ്ടോ മറ്റൊരു ജീവിതം കൊണ്ടോ കിട്ടില്ല, അതിനുള്ള ജീവിത രീതി വേറെ ഒന്നാണ്, ഗ്രഹിച്ച് ഇവിടെ നന്നാവാൻ സാധിക്കില്ല, ഇനി എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് വിട്ട് കേൾക്കുന്നുണ്ടോ?
പിടിച്ചു പൊത്തിയിട്ട് നിങ്ങൾ എന്താ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോണത്? ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ധനാനി ഭൂമൗ പശവോ ഹി ഗോഷ്ഠേ. നാം സമ്പാദിച്ച ധനം മുഴുവനും ഭൂമിയോളാണ്. പശുക്കളും കുതിരകളോ അതിൻ്റെ ആലയം വരെ. ധനാനി ഭൂമൗ പശവോ ഹി ഗോഷ്ഠേ നാരീ ഗൃഹദ്വാരി. ഇനി കരഞ്ഞ് കരഞ്ഞ് ഭാര്യ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ ഉമ്മറപ്പടി വരെ വരുള്ളൂ, അവിടുന്ന് അങ്ങോട്ട് വരില്ല. അവർ കരഞ്ഞ് ഞാൻ വരാമെന്ന് പറയുന്നത് ബാക്കിയുള്ളവർ പിടിച്ചു നിർത്തുന്നുള്ള ധൈര്യത്തിലാണ്. ഇനി കൂടെ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ ആരും പോവില്ല. ധനാനി ഭൂമൗ പശവോ ഹി ഗോഷ്ഠേ നാരീ ഗൃഹദ്വാരി സഖാശ്മശാനേ. ചങ്ങാതിമാർ വല്ല വിധവും ഉന്തിത്തള്ളി അവിടെ കൊണ്ട് എരിച്ചു പുറച്ചിട്ട് ഇങ്ങോട്ട് വരും. ദേഹശ്ചിതായാം. ദേഹം ചിത വരെയുണ്ടത്രേ. പരലോകമാർഗേ കർമാനുഗോ ഗച്ഛതി ദീവയേക. പരലോകമാർഗത്തിലേക്ക് പോകുന്ന സമയത്ത് നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ വരുള്ളൂ. ഇതാണ് ഈ പിടിച്ചു പൊത്തിയിട്ട് നമുക്ക് കിട്ടാൻ പോണത്. കയ്യിലൊരു മോതിരുണ്ടെങ്കിൽ ആരും ഇല്ലെങ്കിൽ പുരോഹിതൻ അത് എടുത്ത് നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ സ്വന്തം കൊണ്ടുപോകും. ഒരു സാധനം കവിഞ്ഞത് 1-2 കോടിയൊക്കെ പുതയ്ക്കുള്ളൂ. 12 സാരി ഉണ്ടെങ്കിൽ ആ 12 സാരിയും പൊതഞ്ഞൊരു ദഹിപ്പിക്കൽ എവിടെയെങ്കിലും നടക്കുമോ? ഇല്ല. ആരും തെറ്റിദ്ധരിക്കേണ്ട. അതാണ് ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു. പല വിധത്തിലുള്ളതായ ഘോര കർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ഭീമമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്ത് പ്രസിദ്ധനായതുകൊണ്ട് കാര്യമില്ല. കുറേ കുട്ടികൾ ഉണ്ടായതുകൊണ്ടോ പണം സമ്പാദിച്ചത് കൊണ്ടോ അല്ല. ആർക്കെങ്കിലും ഇവിടെ അമരത്വം, അനശ്വരത്വം, അനശ്വരമായിരിക്കുന്ന ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ത്യാഗേനൈകേ, ത്യാഗം കൊണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഗ്രഹണം കൊണ്ട് കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ എങ്ങനെയാ ഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. പിടിച്ചു പൊത്തിക്കോളി. കൊടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗൃഹസ്ഥന്മാർക്ക് എന്തൊരു വിഷമ. പക്ഷേ അവരെ ഇവിടെ കൊടുക്കാറുള്ളൂ. സന്യാസിമാരെല്ലാം കൊടുക്കാനുള്ളവർ. ഞങ്ങൾക്ക് പോലും ഗൃഹസ്ഥന്മാരാണല്ലോ തരുന്നത്. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഈ ലോകം തന്നെ നശിക്കുന്നതാണ് ഞാൻ പറയുന്നത്. സർവ്വ ആശ്രമങ്ങളും ആശ്രയിച്ചിരിക്കുന്നത് ഗൃഹസ്ഥന്മാരില്ല. ബ്രഹ്മചാരികൾ, വാനപ്രസ്ഥന്മാർ, സന്യാസിമാർ എല്ലാവരെയും സന്ധാരണം ചെയ്യുന്നത് ഗൃഹസ്ഥന്മാരാണ്. പക്ഷേ ഗൃഹസ്ഥന്മാരത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാഭൈഷ്ട വിദ്വൻ തവനാസ്ത്യപായ സംസാര സിന്ധോസ്തരണേസ്ത്യുപായ. അപ്പോൾ പലരും ഉള്ളതിൻ്റെ ഇടയിൽ ഒരാൾക്കെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയില്ലോ, എൻ്റെ പൊന്നു മോനെ അല്ലെങ്കിൽ മകളെ എനിക്ക് വളരെ ഇഷ്ടമായി, പേടിക്കരുത് കേട്ടോ. ഒരു സജ്ജനത്തിൻ്റെ അടുത്ത്, ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയാൻ തോന്നിയില്ലേ നിനക്ക്? ആ തോന്നൽ കൊണ്ട് മാത്രം നീ ധന്യനായി, പുണ്യാത്മാവായി, ശ്രീമാനായി, പുണ്യശ്ലോകനായി. മാ ഭൈഷ്ഠ വിദ്വന്തവനാസ്ത്യപായ. ഒരിക്കലും നിനക്ക് അപായം വരില്ല. സംസാര സിന്ധോസ്തരണേസ്ത്യുപായ. ഈ സംസാര സാഗരം എങ്ങനെയോ ആയിക്കോട്ടെ, അതിനെ തരണം ചെയ്യാനുള്ള ഒരു ഉപായം, ഒരു കുറുങ്കൗശലമുണ്ടെന്നാണ് പറയുന്നത്. ആ കുറുങ്കൗശലം എങ്ങനത്തതാ? ഏനൈവയാതയോസ്യപാരം. പൂർവ്വകാലം, പഴയകാലം, വേദകാലം മുതൽക്ക് തന്നെ ഈ മാർഗത്തിനെ ആരാഞ്ഞ് കണ്ടുപിടിച്ച് ആ വഴിക്ക് ഈ സംസാരക്കടലിൻ്റെ മറുകരയിൽ എത്തിയിട്ടുള്ള ചില കൂട്ടരുണ്ട്. ആ മാർഗം എനിക്കറിയാം. എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. അത് നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. മാഭൈഷ്ടവിദ്വംസ്തവനാസ്ത്യപായ സംസാര സിന്ധോസ്തരണേസ്ത്യുപായ. ജാനേന കിഞ്ചിത് കൃപയാവമാം പ്രഭോ സംസാര ദുഃഖക്ഷതി യേനൈവയാതായതയോസ്യപാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. ആ ഗുരു പറയുന്നത് ഞാനൊരു പുതിയ മാർഗം പറഞ്ഞു തരാം എന്നല്ല, പഴയ കാലം മുതൽക്ക് ടെസ്റ്റ് ചെയ്തതും വെരിഫൈ ചെയ്തതും ചില പരീക്ഷിതമായിരിക്കുന്ന ഒരു മാർഗം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നാരായണാശ്രമ തപോവനത്തിൽ ഈ ഗുരുപൂർണിമ എന്ന് പറയുന്ന പരമപവിത്ര ദിവ്യദിനം ആചരിച്ചു പോരുന്നത്. ഇത്തവണ എല്ലാ കൊല്ലം പോലെയല്ല, ഞങ്ങൾ വളരെയധികം ആലോചിച്ചിട്ടാണ് ഒരു 3 ദിവസമെങ്കിലും ഈ ഏഷ്യാനെറ്റിൽ ഇതിനെപ്പറ്റി ഒന്ന് അനൗൺസ് ചെയ്യണമെന്ന്. നമ്മുടെ പ്രൊഡ്യൂസർ പറയും, സ്വാമിജി അത് എങ്ങനെയായാലും കൊടുക്കണം എന്ന്. ഞങ്ങൾ വന്നാൽ ഈ വരുന്നവരെ മുഴുവൻ ഇരുത്താനോ സത്കരിക്കാനോ അവർക്ക് വേണ്ടതുപോലെ ഭക്ഷണം കൊടുക്കാനോ ഒരു സൗകര്യം നമുക്ക് വേണ്ടേ? 200, 300, 400 പേര് വരെ ഇവിടെ മാനേജ് ചെയ്യാം. എങ്ങാനും ഇതെല്ലാം കേട്ടിപ്പോൾ എത്ര ആൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ ആൾക്കാർ വളരെ കൂടിയാൽ ഇവിടെ എവിടെയാണ് ഇരുത്തുക, എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക? ഞങ്ങളുടെ ആശ്രമത്തിൽ ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഇത്തിരി വൃത്തിയും വെടുപ്പും നല്ല വേണ്ടതുപോലെയൊക്കെ വേണം. ഇവിടെ വാസ്തവത്തിൽ ഒരു സ്റ്റീം ബോയിലറിൽ വഴിക്കുകയാണ്.
ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള കിണ്ണങ്ങളും പാത്രങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്ന സമ്പ്രദായം ഉണ്ട്. ഒരു ദിവസത്തിലൊരിക്കൽ സാധാരണ ആ ടേബിളിൻ്റെ മുകളിൽ ഒരു കടലാസ് വിരിച്ച് ആ കടലാസിലാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. അത് കഴിഞ്ഞ് ആ കടലാസ് അടക്കം ചുരുട്ടിയെടുക്കും. അങ്ങനെ ഇത്തിരി വൃത്തിയും വെടുപ്പും ഒക്കെ വേണമെന്നുണ്ട്. അത് മുഴുവനും സാധിക്കേണ്ടേ അതുപോലെ കൂടുതൽ ആൾക്കാർ വന്നാൽ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളൊരു പുതിയ സമ്പ്രദായം ഇപ്പോൾ തുടങ്ങുകയാണ്. എന്താ, എല്ലാവർക്കും നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഇത്തവണയുള്ളൂ. അല്ലെങ്കിൽ 11:30 മണിക്ക് തുടങ്ങിയാൽ, ഇപ്പോൾ 11:30 കഴിഞ്ഞ് 11:45, 11:30 മണിക്ക് തുടങ്ങിയാൽ ഒരു 3 മണി 4 മണി വരെയൊക്കെ ചിലപ്പോൾ ആവുള്ളൂ. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പ്രസാദം എന്നല്ലേ എല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾക്കിവിടെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ അനുഗ്രഹമാണ്. ഇത് ആ മാതിരിയുള്ള അനുഗ്രഹമല്ല, ഒരു തത്വം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അനുഗ്രഹവും ഗ്രഹിക്കുന്ന അനുഗ്രഹവുമാണ് ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പുതിയ സമ്പ്രദായം വേണ്ടതുപോലെ സ്വീകരിച്ച് അതിൽ അലോസരം തോന്നാതെ, ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു തപസ്സായിട്ട് കണക്കാക്കുക. ഗുരുപൂർണിമ തപസ് ചെയ്യാനുള്ളതാണല്ലോ. എല്ലാവരും വന്ന് നിന്നുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. അതിന് അടയ്ക്കാമരം, അതിൽ നിന്നുള്ള ആ പ്രകൃതി തന്നെ രചിച്ചിട്ടുള്ള ആ കൊലയുണ്ടല്ലോ, ആ കൊലയെ മൂടാനുള്ളൊരു കൂമ്പാള എന്നാണ് അതിന് പറയുക. അപ്പോൾ അതുകൂടല്ല, അതിൻ്റെ താഴത്ത് ആ പട്ടയെ പിടിച്ച് നിർത്തുന്ന ഒരു പാളയുണ്ട്. അത് വളരെ വിശേഷപ്പെട്ടതാണ്. പഴയ കാലത്തൊക്കെ ഉത്സവത്തിന് കഞ്ഞി കൊടുക്കുന്നത് അതാ. പെട്ടെന്ന് ചിലർക്ക് കണ്ടാൽ തോന്നും ഇത് ശരിയല്ല. ഇപ്പോൾ ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞ് അതിനൊരു പുതിയ സ്ഥാനം ശാസ്ത്രജ്ഞന്മാർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ബയോഡീഗ്രേഡബിൾ, അങ്ങനെ പ്ലാസ്റ്റിക്കിലൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞ് പേപ്പർ ഗ്ലാസും അതുമൊക്കെയാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. അത് നിങ്ങളൊക്കെ അതിൻ്റെ സഭ്യതയും കാര്യങ്ങളും മനസ്സിലാക്കുന്നു വിചാരിക്കണം. എന്തായാലും ആരാരെല്ലാം വന്നിട്ടുണ്ടോ അവരെയെല്ലാം ഞാൻ മനസ്സാ ആലിംഗനം ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ ഏഷ്യാനെറ്റ് സംപ്രേഷണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അമേസിങ് ഡെവലപ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 55 കൊല്ലമായി ഞാൻ ഈ തത്വപ്രവചനം നടന്നുകൊണ്ട് ലോകത്തിൽ സഞ്ചരിച്ചു വരുന്നു. എത്ര സ്ഥലത്ത് പോയാലും കുറച്ച് ആൾക്കാർക്ക് വരാം, ഒരാഴ്ചയോ 10 ദിവസമോ കേട്ടിട്ട് പോവാം. ഇത് ആഴ്ചകളോളവും മാസങ്ങളോളവും ഈ സത്സംഗത്തിൻ്റെ ബെനിഫിറ്റ് അവർക്കുണ്ട്. തുടർച്ചയായിട്ട് കേൾക്കുക, അത് നമ്മുടെ ശ്രോതാക്കളെ എത്രയോ ഇരട്ടി കവച്ചു വയ്ക്കുന്നതാണ്. അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വളരെ ഫലപ്രദമാവണമെന്നാണ് എല്ലാവരുടെയും വർത്തമാനം. ഞാനും അവർക്കത് വേണ്ടതുപോലെ ഫലമാകണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടണമുണ്ട്. വെറുതെ ഈ അധ്യാത്മ സത്യങ്ങൾ പറഞ്ഞാൽ അത് വരണ്ടു പോവുമോ എന്നൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ വരൾച്ച വരാതെ ഇരിക്കാൻ വേണ്ടി ഞാനത് ഒന്ന് തണുപ്പിക്കാനും ഒന്ന് കുളിർക്കാനുമായി ഇവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങി കുളിച്ച് അവിടെ പോയി ഇവിടെ പോയി ഒക്കെ കൊണ്ടുവന്ന് പല കാര്യങ്ങളും കൂട്ടിച്ചേർത്താണ് പറയുന്നത്. ഇത് പറഞ്ഞ് ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭം വരുമ്പോഴേക്കും അത് വളരെ ദാർശനികമാവും. അപ്പോഴും നമ്മുടെ പ്രേക്ഷകർ ഇതേ രൂപത്തിൽ അതിൽ തങ്ങി നിൽക്കുമോ പിടിച്ചു നിൽക്കുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, സ്വാമിയുടെ സംപ്രേഷണം കേട്ടാൽ ആ കേട്ട ആൾക്ക് അവിടുന്ന് ഇറങ്ങി പോകാനോ ഇളകി പോകാനോ പറ്റില്ല, അങ്ങനെ പിടിച്ചിരുത്തുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. അത് കേട്ടിട്ട് സന്തോഷമുണ്ട്. എനിക്കൊരു പുതിയ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. എന്താ പുതിയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് നല്ല നല്ല പദങ്ങൾ ഉപയോഗിച്ച് ഗഹനമായി ഗൗരവമായി തമാശ പറയാതെ ആ സത്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് ശാസ്ത്രീയ ഭാഷ, ശാസ്ത്രം, സംസ്കൃത ശ്ലോകങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാമിജി ഇതിൽ കട്ടി കൂടി എന്നൊക്കെ പറയും. ഇപ്പം അതേ പ്രേക്ഷകർ എന്നോട് പറയുക, സ്വാമിജി കുട്ടികൾക്കും കൂടി മനസ്സിലാവുമെന്നാണ് പറയുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. കുട്ടികൾക്ക് പോലും മനസ്സിലാവും, ഒരു ബുദ്ധിമുട്ടുമില്ല. നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങളും കാര്യങ്ങളുമായിട്ട് പറഞ്ഞങ്ങൾ കേൾക്കുമ്പോൾ അത് ഇറങ്ങിപ്പോയി ഞങ്ങൾക്ക് വലിയൊരു സന്തോഷവും. ഒരു എറണാകുളത്ത് നിന്ന് കുറച്ച് സ്ത്രീകളും ഒരു കുട്ടിയും കൂടി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവിടെ വന്നിരിക്കണതെന്ന്. അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞത് കേട്ടത് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. സ്വാമിജിയോടുള്ള സ്നേഹം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ സ്നേഹം? അതോ അച്ഛനും അമ്മയും നല്ലത് കുട്ടികൾക്ക് പറഞ്ഞു തരണമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ അച്ഛനമ്മമാരൊന്നും ഇതുപോലെ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ സ്വാമിജി സംസാരിക്കുമ്പോൾ ശരിക്കും ഒരച്ഛൻ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന മാതിരി അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതാണ് അങ്ങോട്ട് ഓടിപ്പോകുന്നതെന്ന്. അങ്ങനെ പലരും പലതരത്തിലൊക്കെയാണ് എഴുതുന്നതും പറയുന്നതും ഒക്കെ. എന്തായാലും ഈ ഉദ്ധവഗീത പറയുമ്പോഴേക്കും അതിന് ഗഹനത കൂടി വരും. അപ്പോഴൊക്കെ നമ്മുടെ പ്രേക്ഷകന്മാർ പിടിച്ചു നിന്ന് അത് വേണ്ടതുപോലെ കേൾക്കണം. പിന്നെ ഇത് നടത്തി കൊണ്ടുപോകാൻ വലിയൊരു ചുമതലയായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറയും, അർത്ഥേഷ്വഭിജ്ഞസ്വരാട്. എന്ത് കാര്യം വേണമെങ്കിലും നടത്താൻ പ്രാപ്തിയുള്ള ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു മോഹിനിയായി, നരസിംഹമായി, അവിടുന്ന് അങ്ങോട്ട് വാമനനായി. അതുകൊണ്ട് ഈ സംപ്രേഷണ മഹാജ്ഞാനസത്രം നടത്താൻ വേണ്ടിയിട്ട് എന്ത് വേണോ അതായിക്കോട്ടെ. അതായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മഹാവിഷ്ണുവിനുള്ള സ്ഥാനം ഈ ലോകത്തിൽ പരിപൂർണമായി നഷ്ടപ്പെടും.
നഷ്ടപ്പെടുന്നുള്ളത് തീർച്ചയാണ്. അപ്പം അതുകൊണ്ട് വളരെ ആലോചിച്ചോളൂ, അഭിജ്ഞനായിട്ട് വേണ്ടത് ചെയ്തോളൂ എന്ന് ഞാനൊരു താക്കീതും കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് കിണറ്റിൻ്റെ ഉള്ളിൽ ഇറക്കി ഏണിയെടുത്ത മാതിരി അപ്പോൾ ഞങ്ങളുടെ സ്ഥിതി. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതിന് തയ്യാറാവുക. എന്തിന് തയ്യാറാവുക? ഇത് നടത്തിക്കാൻ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് കേൾക്കണം. ആ കേട്ട് ആ ഉദ്ധവനോട് പറയുന്ന ഉപദേശം ആ ഭാഗത്തേക്ക് നമ്മൾ വരാൻ പോവാണ്. അങ്ങ് എവിടേക്ക് പോകുന്നുവോ അവിടേക്ക് എന്നെയും കൊണ്ടുപോകണേ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ നിന്നാണ് ഉദ്ധവഗീത സന്ദേശം തുടങ്ങുന്നത്. അങ്ങ് ലോകം വിട്ടു പോവാണ്, ആ പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണേ എന്ന് പറയുന്ന ആ ശ്ലോകം ഉണ്ടല്ലോ, അതെല്ലാവരും ഉരുവിടും ഭക്തന്മാർ. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമഭികേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമ നയമാമവീ. അങ്ങയുടെ പാദകമലത്തിൽ നിന്ന് അരക്ഷണം പോലും അകന്നിരിക്കാൻ ഈ ഭക്തന് സാധിക്കില്ലേ. അവൻ അതിനുള്ള ശക്തിയില്ല, തൻ്റെ ഇടമില്ല. അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതിന് മറുപടിയായിട്ടാണ് ഉദ്ധവൻ പറയാൻ പോകുന്നത്. ആ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവുക അധികം ദിവസം താമസിക്കാതെ. പക്ഷെ നിങ്ങളത് കേൾക്കുമ്പോഴേക്കും 1 മാസമോ 1.5 മാസമോ ആവും. അപ്പം അതിന് തയ്യാറായിരിക്കണം നമ്മുടെ പ്രേക്ഷകന്മാരെല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു പ്രാർത്ഥന ഇത് ഭക്തജനങ്ങൾ ഭക്തിയുള്ള സന്ദർഭങ്ങളിൽ ധാരാളം പറയുന്ന ഒരു ഭാഗമാണിത്. ആവർത്തിച്ച് പറയും. നമ്മുടെ പ്രേക്ഷകന്മാരെല്ലാവരും ഈ ശ്ലോകം പറയണം എന്നാണ് എൻ്റെ മനസ്സിലും വിചാരം. എന്തായാലും നേരം വളരെ അതിക്രമിച്ചു. നിങ്ങളെല്ലാവരും വന്നതിൽ സന്തോഷം. കൂടുതലും ഇതേമാതിരിയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഈ 4 മാസം തപപ്രധാനമായി ഈ രാമായണ മാസം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ വേരുകളും അതിൻ്റെ കഴുമ്പും കാതലുമൊക്കെ ഈ ഗുരുപൂർണിമയിലും ചാതുർമാസ്യത്തിലുമാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തെ ഭഗവത്ഗീത കൊണ്ടും ഉപനിഷത്തുക്കൾ കൊണ്ടും ബ്രഹ്മസൂത്രം കൊണ്ടും അലങ്കരിക്കാനുള്ള ഒരു പുതിയ യുഗം ഇന്ന് മുതൽക്ക് ആരംഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. പിന്നുള്ളവരൊക്കെ മനസ്സിലാക്കിയോ? ഞങ്ങൾ കാണിക്കണമൊക്കെ കണ്ടോ? നിങ്ങൾ കൈയൊക്കെ ഒന്ന് പൊന്തിക്കാൻ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ പാർവതീപതയേ ഹര ഹര മഹാദേവ. നന്നായി.